ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഐ ഡി ഒരു പ്രശ്നമാറുണ്ട്. അതിലെന്താ ചെയ്യേണ്ടത്? UPSC ആണോ SIN ആണോ കൊടുക്കേണ്ടതെന്നും ഒരു ഐഡിയ ഉണ്ടാവാറില്ല. സാധാരണ ബ്രാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ ഇതുവരെ ലിസ്റ്റ് ചെയ്യാതെ ആവുമ്പോഴാണ് ഈ പ്രൊഡക്റ്റ് ഐ ഡിയുടെ റിക്വസ്റ്റിംഗ് വരിക. അപ്പം ബ്രാൻഡിനാണോ നിങ്ങളുടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിന്റെ പേരും അതുപോലെ ആ ഒരു പ്രൊഡക്റ്റ് ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇമേജസും എല്ലാം സബ്മിറ്റ് ചെയ്യണം. എന്നാലുള്ള ആമസോൺ പ്രൊഡക്റ്റ് ഐ ഡി തരുന്നുണ്ടാവും. ഇതൊന്നുമല്ല, ബ്രാൻഡൊന്നുമില്ല, ജനറൽ ആയിട്ട് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറൽ ലിസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക. ജനറൽ ലിസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ പ്രൊഡക്റ്റ് ഐ ഡി ചോദിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് ഐ ഡി സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലല്ലോ, ജനറൽ ലിസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നേരെ പ്രൊഡക്റ്റ് ഐ ഡി ഇല്ല എന്നുള്ളൊരു ഓപ്ഷൻ അത് താഴെ കാണും. അത് ലിസ്റ്റ് ചെയ്ത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ അപ്രൂവൽ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 48 hours അതിൻ്റെ അപ്രൂവൽ കിട്ടും. ഇത് പക്ഷേ ബ്രാൻഡിൻ്റെ അണ്ടറിലായിരിക്കില്ല. ജനറൽ ആണെങ്കിൽ ജനറിക് ആയിരിക്കും, ബ്രാൻഡിലെ സ്ഥാനത്ത് ജനറൽ ആയിരിക്കും ബ്രാൻഡ് നെയിം വരിക. അപ്പം സെയിൽസിൻ്റെ കാര്യത്തിലൊക്കെ എഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ആ ബ്രാൻഡ് ഉണ്ടാകുമ്പോൾ ബ്രാൻഡ് നെയിം എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് നെയിം ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്രൂവൽ വാങ്ങിക്കുക. ഇനിയിപ്പം അതേ സെയിം ബ്രാൻഡ് സെയിം പ്രൊഡക്റ്റ് ആമസോണിൽ വേറെ ആരെങ്കിലും സെല്ല് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ASIN കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, അത് സെല്ല് ചെയ്യാൻ പറ്റും.